ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഗൈസ്. അപ്പോൾ ഞാനും ശ്രീകുട്ടനും കൂടി സത്യത്തിൽ ഉറങ്ങി എണീച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചത് വെളിച്ചമില്ലാതെ ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയി പിന്നെ സ്വിച്ചൊക്കെ ഇട്ടു. ഇതിലൊന്നല്ല കാര്യം, മെയിനായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്ക് വേണം, പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം. ഞങ്ങൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഇത്തിരി ഹെൽത്തി ആയിട്ട് കഴിക്കാം, പക്ഷേ സ്വീറ്റും ആയിരിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് കലത്തപ്പത്തിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ശ്രീകുട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഉണ്ടാക്കി തരട്ടേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഓൾറെഡി അത് ഒരിക്കൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ, അപ്പം ഉമ്മയൊന്നും തരാറില്ല സാധനം, അവൾ ഇങ്ങനെ കടിച്ച് വലിക്കാറേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ തന്നോട്ടെ. അപ്പോൾ കലത്തപ്പത്ത് ഉണ്ടാക്കാനുള്ള പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങ എടുത്ത് ആദ്യം പൊട്ടിച്ചു കിട്ടും, എന്നിട്ട് അത് നമ്മൾക്ക് കുട്ടി നമ്മൾ പായസത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, അത് കണക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തേങ്ങയൊക്കെ ഇങ്ങനെ പൂണ്ടെടുക്കുക, വിടിവിച്ചെടുക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഞങ്ങളൊക്കെ പൂണ്ടെടുക്കുക അങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാൻ കുറച്ച് പീസസൊക്കെ അങ്ങനെ പൂണ്ടെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 പീസോളം എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കി ശ്രീകുട്ടനും ഇരുന്ന് കഴിച്ചു കേട്ടോ ഗൈസ്, അതാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2-3 ചെറിയ ഉള്ളിനെയും ഭയങ്കര നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം, ഒരുപാട് കട്ടിയിലങ്ങ് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ വളരെ തിന്നായോ വേഗം തന്നെ നമുക്കത് മൊരിച്ചെടുക്കാനും കിട്ടും. അപ്പോൾ ഇത് കണക്കാണ് ഞാൻ ചെറിയ ഉള്ളിനെയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററിയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചരി വേണം. പിന്നെ അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചരി വന്നിട്ട് 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പച്ചരി ഒരു 1.5-2 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത പച്ചരിയിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 1/4 കപ്പോളം തേങ്ങയും അതേ അളവിൽ 1/4 കപ്പ് ചോറും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്ന ഒരു സാധനം എന്താ വെച്ചാൽ 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 2-3 ഏലക്കായ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മയോടെ 2-3 ഏലക്കായ കൂടെ ചേർക്കുക കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാനൊരു പച്ചരിയൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാൻ എൻ്റെ മിക്സിയിൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ 2 ബാറ്ററായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറും ജീരകവും തേങ്ങയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വെള്ളം കുറേ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. തരിതരിപ്പ് ഒന്നും പാടില്ല കേട്ടോ ഗൈസ്, നല്ല ഫൈനായിരിക്കണം. നല്ല ഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവില്ലേ അത് കണക്ക് അരച്ചെടുക്കണം കേട്ടോ, അല്ലാണ്ട് തരിതരിപ്പില്ലാതെ വേണം കേട്ടോ അരയ്ക്കാൻ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പിടേണ്ട കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, ഞാനിപ്പോൾ ഒരു 5-6 അച്ച് ബെല്ലത്തിലേക്കൊരു 1/4 കപ്പല്ല, ഒരു 1/4 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടോടെ തന്നെ ഉരുകി വന്നിട്ട് ആ ചൂടോടെ തന്നെ അരിച്ച് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇളക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഒഴിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവരുത്, നമ്മുടെ മാവ് കട്ടയായി പോവും, വെന്ത് പോകും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇത് കണക്കുള്ള പരിവാണ്, നല്ല ലൂസായിട്ടുള്ള ഒരു മാവാണ് കേട്ടോ വേണ്ടത്. അപ്പത്തിൻ്റെയും ദോശൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസ് വേണം. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ എന്താണ് അതിൽ പാറി കിടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്, വേറൊന്നുമില്ല, ഞാൻ ഏലക്കായ ഇട്ടാൻ വിട്ടുപോയി. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് അരച്ചത് കാരണം അതിങ്ങനെ കിടക്കുകയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ഇട്ട് നന്നായി മൂപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടായിരിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിം വെച്ചിട്ട് അതിലേക്ക് ഒരേ ഒരു തവി നമ്മുടെ ബാറ്ററിയിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുഞ്ഞു കലത്തപ്പം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കിത് വേണമെങ്കിൽ വലിയ പാത്രത്തിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തവി മാവെടുത്ത് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ കുത്തി നോക്കില്ലേ, അത് കണക്ക്. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ നോക്കിയോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരൊക്കെ ഉള്ള നല്ല
അടിപൊളി കലത്തപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുക്കർ എനിക്ക് പണി തന്ന കാരണമാണ് കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു കലത്തപ്പം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. കാരണം നമ്മുടെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ജാക്സൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് അടയ്ക്കുന്ന നമ്മുടെ കുക്കറായിരുന്നു. അപ്പോൾ അതിലെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കലത്തപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഗൈസ്. അടിപൊളി കലത്തപ്പമാണ്, ഒന്നും പറയാനില്ല. ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ട്രൈ ആക്കണം കേട്ടോ. വളരെ എളുപ്പത്തിലുള്ള റെസിപ്പി ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീകുട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ ഒന്ന് കൊടുത്തു നോക്കി അങ്ങനെ ഉണ്ടെന്നൊന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക ഗൈസ്. ബൈ.